നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് സൂചി ഗോതമ്പ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ പണ്ട് അംഗൻവാടിയിലൊക്കെ ഈ സൂചി ഗോതമ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ആ സംഭവം പലരും ആരോഗ്യത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും സൂചി ഗോതമ്പ് കഴിക്കാറുണ്ട്. എന്നാലും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. എങ്കിലും അതൊരു നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് ഈ സൂചി ഗോതമ്പ് കേട്ടോ. അപ്പം വീഡിയോയിലൊക്കെ കിടക്കാം. ഇതാണ് നമ്മുടെ സൂചി ഗോതമ്പ്. ഗോതമ്പ് ഇങ്ങനെ നുറുക്കി ചെറുതായിട്ട് ഉള്ള സംഭവമാണ് സൂചി ഗോതമ്പ് കേട്ടോ. ഞാൻ ഗ്രാൻഡ് മാസിൻ്റെയാണ് സാമ്പ ബ്രോക്കൺ വീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതുള്ളത്. ഇത് 1/2 കിലോ ആണ്. ഇത് 1/2 കിലോ കൊണ്ട് 6 പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. 1/2 കിലോ കൊണ്ട് ഇത് നമ്മൾ വൈകിട്ട് ഇട്ടിട്ട് രാവിലെ എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് കുതിരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വലുതായിട്ട് വികസിക്കത്തൊന്നുമില്ല. എന്നാലും നല്ല ഈ ചെറുവിടെ ഒന്ന് കുതിർന്നാകും കേട്ടോ. വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സവാള, 2 പഴുത്ത തക്കാളി, ആവശ്യത്തിനുള്ള പച്ചമുളക്, അത് എരിക്ക് വേണ്ടിയാ കേട്ടോ. ഇഞ്ചി, ഇത്രയും സംഭവങ്ങൾ മതി. കറിവേപ്പയും കൂടെ വെച്ചു, എല്ലാം അരിഞ്ഞു. മുളക് ഒത്തിരി കീറിയ നടുവേ ശകലം കീറിയതേ ഉള്ളൂ കേട്ടോ. തവ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി കടുക് ഇട്ട് വറക്കണം. കടുക് ഇച്ചിരി അങ്ങോട്ട് സടപടാന്നിട്ട് ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഓരോന്നായി പടപടയെന്നിടുക. ഇഞ്ചി ഇട്ടു, കരിയാപ്പില ഇട്ടു, സവാള ഇട്ടു, മുളക് ഇട്ടു. ഇതിനകത്ത് ഇച്ചിരി ഉപ്പൂടം കിട്ടാറ്, അപ്പം പെട്ടെന്ന് സെറ്റപ്പ് ആവും. ഒന്ന് വാടിയ, അതായത് ചുമക്കുന്ന ആ രീതിയാകുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ടുള്ളൂ. അതെ, അത് കൂടുതലൊന്നും വേണ്ട. അത്രയും മഞ്ഞൾപ്പൊടി ഇടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് നന്നായിട്ട് ഇതാകുന്നത് ഒന്ന് ഇട്ടൊന്ന് ഇളക്കുക. സവാളകളോട് ഇട്ട് കഴിഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ തക്കാളി ഇട്ട് കഴിഞ്ഞ് വെച്ചോട് ഉപ്പ് ഇട്ടു കേട്ടോ. അന്നേരം ഒരു ഇതാവും. ഒന്ന് അടച്ചു വെക്കുക. അതൊക്കെ തക്കാളി ഇത്രയും എന്താ അലിഞ്ഞു പോയി ആ രീതിയിലാകണം. എന്നിട്ട് നമ്മള് ഈ നുറുക്ക് ഗോതമ്പ് അതിനകത്തോട്ട് ഇടണം. നമ്മുടെ ആ ഇത് ചെയ്തത് ആദ്യത്തെ ഇത് വെള്ളം കളയണം കേട്ടോ. ഇത് 1/2 കിലോയുടെ കേട്ടോ. ഞങ്ങൾ 6 പേരുള്ളതുകൊണ്ട് 6 പേർക്കുള്ള ഫുഡാണേ. ഇത് കഴിക്കാൻ വേണ്ടിയേ നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാറൊക്കെ ഇടാം, ഇല്ലാതെ ഡയറക്റ്റ് തിന്നാം. മുട്ട പൊരിച്ച് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് വേണമെങ്കിൽ തിന്നാം. 4 മണിക്ക് ഒരു സ്നാക്സ് പോലെ ഇങ്ങനെ തിന്നാം. നല്ല ടേസ്റ്റാ, സൂപ്പർ സാധനം. വെള്ളം നമുക്ക് ഒഴിക്കണം. അത് ആ ലെവലിലേ ഒഴിക്കാവും കേട്ടോ. അതിൽ കൂടുതലുണ്ട, അതിന്റെ ലെവലിൽ മാത്രം വെള്ളം. കണ്ടല്ലോ, അതിന് മേലോട്ട് പോകണ്ട, അത്രയും മാത്രം വെള്ളം. കൂട്ടത്തില് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇന്ന് ഉപ്പൂടൊന്ന് നോക്കിയേക്കണം കേട്ടോ, കൂടുതലാന്നോ അല്ലയെന്നുള്ളത്. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നമ്മള് ഇതിന്റെ ഫ്ലെയിം ഉണ്ടല്ലോ സിമ്മിലിടുക, ഏറ്റവും കുറഞ്ഞ ഇതില് വെച്ചേക്കുക. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അടച്ചങ്ങ് വെക്കുകയാണ്. ഓക്കെ, നമ്മള് ഇത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് നല്ല പവറിലിടുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലോയിലിടുക. ഓക്കെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇതിപ്പം കണ്ടോ, അതിനകത്തെ വെള്ളം എല്ലാം വറ്റി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. വറ്റി കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തിന്നാം. ഇതിങ്ങനെ അങ്ങ് വെക്കുക, തുറന്ന് വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തു. അല്പസമയം ഇങ്ങനെ തന്നെ വെക്കുക. അന്നേരം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഒരു ഇതായിട്ട് ഉപ്പുമാവ് പോലെ, സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡി. അത് നമുക്ക് ഇഷ്ടമുള്ളത്ര ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടോ
നമുക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് തിന്നാം. ഓക്കെ.